നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്ലിക്ക് ടു ലേൺ PSCയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഹാർഡ്വെയർ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെക്കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഡിവൈസുകളെക്കുറിച്ചും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റ് സംവിധാനത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിലെ മെമ്മറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഡേറ്റകളും കമ്പ്യൂട്ടർ നിർമ്മിച്ചെടുക്കുന്ന റിസൾട്ടുകളുമൊക്കെ സ്റ്റോർ ചെയ്യുവാനും കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും നിർബന്ധമായും കമ്പ്യൂട്ടറിൽ ഉണ്ടാവേണ്ട പ്രാഥമികമായ ഒരു ഭാഗമാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഡിവൈസുകൾ. മെമ്മറി ഡിവൈസുകളെ നമുക്ക് പ്രൈമറി മെമ്മറി ഡിവൈസുകളെന്നും സെക്കൻഡറി മെമ്മറി ഡിവൈസുകളെന്നും ക്യാഷെ മെമ്മറി എന്നും തരംതിരിക്കാം. പ്രൈമറി മെമ്മറിയെ മെയിൻ സ്റ്റോറേജ് എന്നാണ് അറിയപ്പെടുന്നത്. പെട്ടെന്നുള്ള ഉപയോഗത്തിനായി കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളാണ് പ്രൈമറി മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. ഇവയെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന റാമും റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്ന റോമും. റാം എന്നത് അസ്ഥിരമായ ഒരു മെമ്മറിയാണ്. റാമിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ നിർത്തുമ്പോൾ മാഞ്ഞു പോവുകയാണ് ഉണ്ടാവുന്നത്. താൽക്കാലികമായ ഡേറ്റയും ഇൻസ്ട്രക്ഷനുകളുമൊക്കെ സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. റാമിനെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഡൈനാമിക് റാം, രണ്ട് സ്റ്റാറ്റിക് റാം. CPU ക്യാഷെ മെമ്മറിയായും ഉപയോഗിക്കാറുള്ള ഡൈനാമിക് റാമുകൾ മെമ്മറി ചിപ്പിലേക്ക് വൈദ്യുതി നൽകുന്നിടത്തോളം കാലം ഡാറ്റ സംരക്ഷിച്ചു വയ്ക്കുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇവ റിഫ്രഷ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഡാറ്റ നിലനിർത്തുവാനായി സ്ഥിരമായി റിഫ്രഷ് ചെയ്യേണ്ടതും വൈദ്യുതി സുഗമമായി നൽകുന്നിടത്തോളം മെമ്മറി ചിപ്പിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള വിവര കൈമാറ്റം നടത്തുന്നതുമായ മെമ്മറിയാണ് സ്റ്റാറ്റിക് റാം. റീഡ് ഓൺലി മെമ്മറികൾ അല്ലെങ്കിൽ റോം സ്ഥിരമായ മെമ്മറികളാണ്. വായിക്കുവാനായി മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം മെമ്മറികൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷവും ഡാറ്റ നിലനിർത്തുന്നു. മറ്റൊരു തരം പ്രൈമറി മെമ്മറിയാണ് PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇത്തരം മെമ്മറികൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചേ മായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന EEPROM ഇലക്ട്രിക് ചാർജുകൾ ഉപയോഗിച്ച് മായ്ക്കുവാൻ സാധിക്കുന്നവയാണ്. പ്രൈമറി മെമ്മറികൾക്ക് ശേഷം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സെക്കൻഡറി മെമ്മറികളാണ്. സെക്കൻഡറി മെമ്മറികളെ എക്സ്റ്റേണൽ മെമ്മറി എന്നും വിളിക്കുന്നു. മെയിൻ മെമ്മറിയായ പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടറുകൾക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ സെക്കൻഡറി മെമ്മറികൾ കമ്പ്യൂട്ടറുകൾക്ക് വെളിയിൽ ഉപയോഗിക്കുന്നതും നമ്മൾക്ക് കൊണ്ടു നടക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടുതൽ കാലഘട്ടത്തിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുവാനായി ഉപയോഗിക്കുന്ന മെമ്മറി ഡിവൈസുകളാണ് സെക്കൻഡറി മെമ്മറി ഡിവൈസുകൾ. ഹാർഡ് ഡിസ്കുകളും ഒപ്റ്റിക്കൽ ഡിസ്കുകളുമൊക്കെ സെക്കൻഡറി ഡിവൈസുകളുടെ ഉദാഹരണങ്ങളാണ്. CD-കൾ, DVD-കൾ, റിമൂവബിൾ ഹാർഡ് ഡിസ്കുകൾ, ഫ്ലോപ്പി ഡിസ്കുകൾ, ഫ്ലാഷ് ഡ്രൈവുകൾ അല്ലെങ്കിൽ പെൻ ഡ്രൈവുകൾ, മെമ്മറി സ്റ്റിക്കുകൾ, സ്റ്റോറേജ് ടേപ്പുകൾ, സ്മാർട്ട് കാർഡുകൾ, PC കാർഡുകൾ മുതലായവയൊക്കെ ഇവയിൽ പെടുന്നു. ഇന്നു നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളും ലഭ്യമാണ്. ഇന്നു നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു സെക്കൻഡറി മെമ്മറി ഡിവൈസാണ് ഫ്ലോപ്പി ഡിസ്ക്. അലൻ ഷുഗാർട്ട് കണ്ടെത്തിയ ഫ്ലോപ്പി ഡിസ്ക് സാധാരണയായി 3.5 ഇഞ്ച് വലിപ്പത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ IBM പോലുള്ള കമ്പ്യൂട്ടർ ഭീമന്മാർ 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്കുകൾ വരെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ 3.5 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ ഫ്ലോപ്പി ഡിസ്കുകൾ നിർമ്മിച്ചെടുത്തത് സോണി എന്ന കമ്പനിയാണ്. താരതമ്യേന വളരെ കുറഞ്ഞ മെമ്മറിയാണ് ഫ്ലോപ്പി ഡിസ്കുകൾക്ക് ഉള്ളത്. ഏകദേശം 1.44 MB മാത്രമാണ് ഫ്ലോപ്പി ഡിസ്കുകളിലെ സ്റ്റോറേജ് കപ്പാസിറ്റി. സെക്കൻഡറി മെമ്മറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തരംതിരിവാണ് ഒപ്റ്റിക്കൽ ഡിസ്കുകൾ. ഇവയ്ക്ക് ഉദാഹരണമാണ് CD, DVD, ബ്ലൂറേ ഡിസ്കുകൾ. ലൈറ്റും ഡാർക്കുമായ പിറ്റുകളായാണ് ഇവയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. കോമ്പാക്റ്റ് ഡിസ്ക് എന്നറിയപ്പെടുന്ന CD-യിൽ 700 MB ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നറിയപ്പെടുന്ന DVD-യിൽ 4.7 GB ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ സാധിക്കും.
DVD-കളെ ഡിജിറ്റൽ വീഡിയോ ഡിസ്കുകളെന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടിയ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ് ബ്ലൂറേ ഡിസ്കുകൾ. സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിൽ 25 GB-യോളം ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ സാധിക്കും. ഓർത്തിരിക്കുക, CD-യിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ലേസർ ടെക്നോളജിയാണ്. നമുക്കെല്ലാം അറിയാം, ലേസർ എന്നത് ഒരു അബ്രീവിയേഷനാണ്. എക്സ്പാൻഷൻ ഇതാണ്: ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ കണ്ടെത്തിയത് തിയഡോർ മെയ്മൻ ആണ്. സെക്കൻഡറി മെമ്മറി ഡിവൈസുകളിലെ മറ്റൊരു തരം പ്രധാനപ്പെട്ട ഡിവൈസുകളാണ് സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകൾ. സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകളുടെ ഒരു ഉദാഹരണമാണ് മാഗ്നറ്റിക് ടേപ്പുകൾ അല്ലെങ്കിൽ കാസറ്റുകൾ എന്ന് വിളിക്കുന്ന ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ടേപ്പുകൾ. സെക്കൻഡറി മെമ്മറി ഡിവൈസുകളിലെ പ്രധാനപ്പെട്ട മറ്റൊരു തരംതിരിവാണ് ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകൾ. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് മുമ്പ് പറഞ്ഞ ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ, CD, DVD മുതലായവ. എന്തുകൊണ്ടാണ് ഇവയെ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകളെന്ന് വിളിക്കുന്നത്? ഇവയിൽ ഉൾക്കൊള്ളുന്ന ഡേറ്റയെ ഏത് ഓർഡറിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവയെ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകളെന്ന് വിളിക്കുന്നത്. മുമ്പ് നമ്മൾ പഠിച്ച ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഒരു അസ്ഥിരമായ കമ്പ്യൂട്ടർ മെമ്മറിയാണ്. ഇതിന് ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാഷ് മെമ്മറികൾ. USB ഫ്ലാഷ് ഡ്രൈവുകളും മെമ്മറി കാർഡുകളുമൊക്കെ ഇലക്ട്രോണിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ പെടുന്നവയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷി മെമ്മറി എന്താണ് എന്നാണ്. നമ്മൾ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലുമൊക്കെ സ്ഥിരം കാണുന്ന ഒരു മെമ്മറിയാണ് ക്യാഷി മെമ്മറി. താൽക്കാലികമായി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഡേറ്റ മെയിൻ മെമ്മറിയിൽ നിന്ന് സംഭരിച്ചു വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ചെറുതും വളരെ വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയുമൊക്കെ വീണ്ടെടുക്കുന്നത് ക്യാഷെ മെമ്മറിയിൽ നിന്നുമാണ്. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഉള്ളിലുള്ള തുടർച്ചയായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം അതിവേഗ മെമ്മറി സെല്ലുകളാണ് രജിസ്റ്ററുകൾ. എല്ലാ ഡേറ്റയും പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് രജിസ്റ്ററിലൂടെ കടന്നുപോകുന്നു. ഓരോ കമ്പ്യൂട്ടറിൻ്റെയും രജിസ്റ്ററുകളുടെ എണ്ണം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ശക്തിക്കും വേഗതയ്ക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. താൽക്കാലികമായ വളരെ കുറഞ്ഞ സമയത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന റാമിലെ ഒരു ഭാഗമാണ് ബഫർ. ഉപയോഗത്തിന് ആവശ്യമാകുന്നതുവരെ ഡാറ്റ പിടിച്ചു വയ്ക്കുക എന്നതാണ് ബഫറിൻ്റെ കർത്തവ്യം. ഒരു മെമ്മറിയിലെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം തിരിച്ചറിയുവാനുള്ള മാർഗമാണ് അഡ്രസ് ബസ്സുകൾ. എല്ലാ ബസ്സുകൾക്കും 2 ഭാഗങ്ങളാണ് ഉള്ളത്: അഡ്രസ് ബസ്സുകൾ, ഡാറ്റ ബസ്സുകൾ. ഡാറ്റ ബസ്സുകൾ യഥാർത്ഥ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അഡ്രസ് ബസ്സുകൾ ആ ഡേറ്റ ഇരുന്നിരുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനൊപ്പം പഠിക്കേണ്ട മറ്റൊരു ബസ്സാണ് സിസ്റ്റം ബസ്. മുമ്പ് പഠിച്ച റാൻഡം ആക്സസ് മെമ്മറിയെയും കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയും പരസ്പരം മദർ ബോർഡിൽ വെച്ച് കണക്റ്റ് ചെയ്യുന്ന ബസ്സാണ് സിസ്റ്റം ബസ്. ഈ ബസ്സുകൾ എന്നുദ്ദേശിക്കുന്നത് കുറച്ച് വയറുകളുടെ കൂട്ടമാണ്. മറ്റൊരു തരം ബസ്സാണ് കൺട്രോൾ ബസ്സുകൾ. കമ്പ്യൂട്ടറിലെ പല ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വയറുകളാണ് കൺട്രോൾ ബസ്സുകൾ. കമ്പ്യൂട്ടർ ബസ്സുകൾക്കിടയിൽ ഡേറ്റ കൈമാറ്റത്തിന് വഴിയൊരുക്കുന്ന ഭാഗങ്ങളാണ് ചിപ്പ് സെറ്റുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് റാം, ക്യാഷി മെമ്മറി, രജിസ്റ്ററുകൾ, ബഫർ, അഡ്രസ്സുകൾ, ബസ്സുകൾ, ചിപ്പ് സെറ്റുകൾ മുതലായവ സ്ഥിതി ചെയ്യുന്നത് മദർ ബോർഡിലാണ്. എന്താണ് മദർ ബോർഡ് എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, വീഡിയോ കാർഡുകൾ, നെറ്റ്വർക്ക് കാർഡുകൾ, മെമ്മറി മുതലായവ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മദർ ബോർഡ് എന്ന് പറയുന്ന സർക്യൂട്ട് ബോർഡിലാണ്. മദർ ബോർഡിൻ്റെ മറ്റൊരു പേരാണ് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്. ഇപ്പോൾ നമ്മൾ മദർ ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്? കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എല്ലാ ഡേറ്റയും പ്രോസസ്സ് ചെയ്യുന്നത് CPU-ന് ഉള്ളിലാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും
കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. ഒരു CPU-ന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ALU എന്നറിയപ്പെടുന്ന അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. യുക്തിയാനുസരണവും ഗണിതശാസ്ത്രപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റാണ് നടത്തുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന CPU-യിലെ ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. കമ്പ്യൂട്ടറിലെ മെമ്മറി മാനേജ്മെൻറ്റ് നടത്തുന്ന CPU-യിലെ ഭാഗമാണ് മെമ്മറി യൂണിറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ മെമ്മറി ഡിവൈസുകളെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് മുതൽ ഏറ്റവും വലിയ യൂണിറ്റ് വരെയുള്ള തരംതിരിവുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. എന്നാൽ കമ്പ്യൂട്ടറുകളുടെ മെമ്മറി അളക്കുന്നത് ബൈറ്റ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഒരു ബൈറ്റ് എന്നാൽ 8 ബിറ്റുകളാണ്. 1024 ബൈറ്റുകൾ ചേർന്നാൽ 1 കിലോ ബൈറ്റ് ആകും. 1024 കിലോ ബൈറ്റുകൾ ചേരുമ്പോൾ 1 മെഗാബൈറ്റ് ആകുന്നു. 1024 മെഗാബൈറ്റുകൾ ചേർന്നാൽ 1 ജിഗാബൈറ്റ് ആകുന്നു. 1024 ജിഗാബൈറ്റുകൾ 1 ടെറാബൈറ്റാണ്. ഒരു ബിറ്റ് എന്നാൽ 1 അല്ലെങ്കിൽ 0 എന്ന ബൈനറി ഡിജിറ്റാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ആദ്യ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോയിലെ വിഷയവുമായി ബന്ധപ്പെട്ട MCQ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയറുകളെന്നും കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെന്നുമാണ്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഹാപ്പി ലേണിംഗ്.